സൗദിയുടെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഇറാഖിൽ ഒരു ആക്രമണം, അതും ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് നേരെ നടത്തിയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നിർത്തുന്നുവെന്ന് അമേരിക്കയും അതിനോട് അനുകൂലമായിട്ട് ഇറാനും പ്രഖ്യാപിച്ചതിന് ശേഷവും ആ മേഖലയിൽ വെടിയൊച്ച നിലയ്ക്കുന്നില്ല എന്ന വാർത്തകളാണ് വരുന്നത്. ഇത്തവണ ഇറാഖിലെ ഇറാൻ അനുകൂല സഖ്യത്തിന് നേരെയാണ് ഇരു രാഷ്ട്രങ്ങളും സംയുക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. സൗദി സേനയുമായി ചേർന്ന് വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡും വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം US സൈന്യത്തിനും സൗദി ഊർജ ഇൻഫ്രാസ്ട്രക്ചറിനും നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെയാണ് US സൗദി സംയുക്ത നീക്കം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാഖിലെ ഇറാൻ അനുകൂല മിലീഷ്യകൾ സൗദി എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിനെ തുടർന്നാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഏത് ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകാൻ മടിക്കുകയില്ല എന്നുമാണ് സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട പ്രസ്താവനയിൽ സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ജോർദാനിലെ അമേരിക്കൻ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ബുധനാഴ്ച പുലർച്ചെ മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സ്കോപ്പും അറിയിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ഏത് നടപടിയാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല. ആക്രമണം നിർത്തിവെച്ചുവെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആദ്യ ആക്രമണം കൂടിയാണ് ഇത്. അമേരിക്കൻ സേനയുടെ നിയമവിരുദ്ധവും ക്രൂരവുമായ ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്നാണ് IRGC അവരുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികളും തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെയുള്ള നിയമവിരുദ്ധ ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്നും IRGC ആവശ്യപ്പെട്ടിട്ടുണ്ട്. റവല്യൂഷണറി ഗാർഡ്സ് ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞതായും സെൻട്രൽ കമാൻഡ് മറ്റൊരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചോ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഉള്ള വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടില്ല. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇറാൻ ഇതോടെ പ്രഖ്യാപിച്ചു. ഇതോടെ മേഖല വീണ്ടും വലിയൊരു സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നൊരവസ്ഥയിലുമാണ്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ വീണ്ടും ആക്രമണം നടത്തിയാൽ കൂടുതൽ സൈനിക നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ല എന്നും സൗദി ഇതേ തുടർന്ന് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ എണ്ണ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് US സെൻട്രൽ കമാൻഡുമായി ഏകോപിപ്പിച്ചുള്ള ഇറാഖിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി വ്യക്തമായ ആക്രമണം നടത്തിയത് എന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭാ ചാർട്ടിലെ ആർട്ടിക്കിൾ 51 പ്രകാരം അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്ന സ്വയം രക്ഷാവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക നടപടി സ്വീകരിച്ചത് എന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രദേശത്ത് സംഘർഷം കുറക്കാനും സമാധാനവും സ്ഥിരതയും നിലനിർത്താനുമായി സൗദി ശ്രമിച്ചിട്ടും ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ സംഘർഷം വർദ്ധിപ്പിക്കുകയാണ് എന്നും സൗദി നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമവും അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധങ്ങളുടെ തത്വങ്ങളും ഇസ്ലാമിക സാഹോദര്യത്തിന്റെ മൂല്യങ്ങളും അവർ ലംഘിച്ചു എന്നും സൗദി കുറ്റപ്പെടുത്തി. രാജ്യം സംഘർഷം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ വീണ്ടും ആക്രമണമുണ്ടായാൽ രാജ്യത്തിന്റെ പരമാധികാരവും പൗരന്മാരുടെ ദേശീയ സമ്പത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും തങ്ങളുടേത് സ്വയം പ്രതിരോധമാണ് എന്നും സൗദി വ്യക്തമാക്കി. Waytonikah.com, the exclusive Muslim matrimonial site.